സ്വകാര്യ ആരോഗ്യമേഖലയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് സംസ്ഥാനത്തെ നഴ്സുമാരുടെ പണിമുടക്ക് ആരംഭിച്ചിരിക്കുകയാണ്. മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് UNA എന്ന യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സമരം നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി നഴ്സുമാർ ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തി. വേതന വർധന ഉറപ്പാക്കുമെന്ന സർക്കാരിൻ്റെ വാഗ്ദാനം അടിയന്തരമായി നടപ്പാക്കുക എന്നതാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം. നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധിച്ച് അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണെന്ന് UNA നേതാക്കളും വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 490ഓളം സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരാണ് ഡ്യൂട്ടി പൂർണ്ണമായും ഇന്ന് ബഹിഷ്കരിക്കുന്നത്. ചെറിയ ക്ലിനിക്കുകൾ മുതൽ വൻകിട മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വരെയുള്ള സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ഈ പണിമുടക്ക് ബാധിക്കും. സമരം പൂർണ്ണമാണെങ്കിലും രോഗികളുടെ ജീവന് ഭീഷണിയാകുന്ന നടപടികൾ ഉണ്ടാകില്ലെന്ന് സംഘടന തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാഷ്വാലിറ്റി, തീവ്രപരിചരണ വിഭാഗം, വെന്റിലേറ്റർ യൂണിറ്റുകൾ, ഡയാലിസിസ് സെൻ്ററുകൾ, ലേബർ റൂം, അത്യാവശ്യ ജീവൻ രക്ഷാ ശസ്ത്രക്രിയകൾ എന്നിവയെ ഈ സമരത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുമുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ ആവശ്യത്തിന് നഴ്സുമാരെ ഈ വിഭാഗങ്ങൾ നിയോഗിച്ചിട്ടുമുണ്ട്. എന്നാൽ OP വിഭാഗം, വാർഡുകൾ എന്നിവയുടെ പ്രവർത്തനം സ്തംഭനാവസ്ഥയിലാണ്. പുതിയ രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നതിലും വലിയ നിയന്ത്രണങ്ങളുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച സാധാരണ ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചതും OP വിഭാഗം പ്രവർത്തിക്കാത്തതും ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തുന്ന രോഗികളെ ബാധിക്കുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലെ ക്ലിനിക്കുകളെയും നഗരത്തിലെ വൻകിട ആശുപത്രികളെയും ഈ സമരം ഒരുപോലെ ബാധിച്ചേക്കാം. നഴ്സുമാരുടെ ആവശ്യങ്ങൾ ഒറ്റയടിക്ക് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റുകൾ. വേതനം കുത്തനെ വർദ്ധിപ്പിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നും അത് മറികടക്കാൻ കിടക്ക വാടക, റൂം വാടക ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവുകൾ ജനങ്ങളിൽ നിന്നും അധികമായി ഈടാക്കേണ്ടി വരുമെന്നും അവർ പറയുന്നു. ചെറിയ ആശുപത്രികൾ വേഗത്തിൽ പൂട്ടുന്നതിലേക്ക് ഈ സമരം നയിച്ചേക്കുമെന്നാണ് മാനേജ്മെൻറ്റുകളുടെ വാദം. ഈ പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും പണിമുടക്കാത്ത ജീവനക്കാർക്കും ആശുപത്രികൾക്കും പോലീസ് സംരക്ഷണം ഒരുക്കണമെന്നും അവർ പറയുന്നു. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി മെച്ചപ്പെട്ട ശമ്പളം ഉറപ്പാക്കണമെന്ന വിധി മിക്ക സ്വകാര്യ ആശുപത്രികളും പാലിക്കുന്നില്ല എന്നാണ് UNAയുടെ പ്രധാന പരാതി. ട്രെയിനി എന്ന പേരിൽ കുറഞ്ഞ ശമ്പളത്തിൽ വർഷങ്ങളോളം ജോലി ചെയ്യിപ്പിക്കുന്ന ചൂഷണം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ജീവിത ചെലവ് കുതിച്ചുയരുന്ന കാലത്ത് അതിനൊത്ത മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അടിസ്ഥാന വേതനം പുതുക്കി നിശ്ചയിക്കണമെന്നാണ് നഴ്സുമാരുടെ ആവശ്യം. സർക്കാരിൽ നിന്നും അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ പണിമുടക്ക് കൂടുതൽ ശക്തമാക്കാനാണ് UNAയുടെ തീരുമാനം. തീർച്ചയായും ഈ നഴ്സുമാർ കൂടുതൽ ശമ്പളം അർഹിക്കുന്നുണ്ട്. ജോലിക്ക് പോകാത്ത ആശാവർക്കർമാർ നടത്തിയതുപോലുള്ള പ്രഹസനമല്ല ഈ സമരം. അപകടം സംഭവിച്ചവരെയും അതീവ ഗുരുതരാവസ്ഥയിലുള്ളവരെയും രക്തത്തിൽ കുളിച്ച് കിടക്കുന്നവരെയുമൊക്കെ ഒരു ഡോക്ടറേക്കാൾ കൂടുതലായി പരിചരിക്കുന്നത് ഈ നഴ്സുമാരാണ്. മാലാഖമാർ എന്ന് പേരിട്ട് വിളിച്ചതുകൊണ്ട് അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകില്ല. അതിനായി അവർക്ക് മാന്യമായ ശമ്പളം തന്നെ നൽകണം. അടിസ്ഥാന ശമ്പളം 40,000 രൂപ ആക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന കേരളത്തിലെ നഴ്സുമാരെ സംഘടിപ്പിച്ച് അവർക്ക് കുറച്ചെങ്കിലും മാന്യമായ ഒരു വേതനം നേടിയെടുക്കാൻ സാധിച്ചത് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ജാസ്മിൻ ഷായും സംഘവും നടത്തിയ അവകാശ പോരാട്ടങ്ങൾ വഴിയാണ്. അതിനുശേഷം വീണ്ടും ശക്തമായ ഒരു പ്രക്ഷോഭത്തിലാണ് ഇപ്പോൾ UNA. അടിസ്ഥാന ശമ്പള വർധനവ് അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് UNA സമരത്തിന് ഇറങ്ങുന്നത്. മിനിമം വേതനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ പണിമുടക്കിലേക്ക് എത്തിയത്. ഇത്തരം സമരത്തിന് നേരെ സർക്കാർ കണ്ണടയ്ക്കുന്നതും ശരിയായ കാര്യമല്ല. ആരോഗ്യരംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ഡോക്ടർമാർക്ക് ഒപ്പം നിൽക്കുന്ന പ്രധാനപ്പെട്ട വിഭാഗമാണ് നഴ്സുമാർ.